വാർത്തകൾ വിശദമായി. അനാഥരായ രോഗികളുടെയും ഏറ്റെടുക്കാത്ത മൃതദേഹങ്ങളുടെയും വർധന മൂലം മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്ന കടുത്ത പ്രതിസന്ധിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർ ശിഖ സുരേന്ദ്രൻ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. രോഗമുക്തി നേടിയവരെ ഡിസ്ചാർജ് ചെയ്ത് പരിചരിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കണം. അപകടനില തരണം ചെയ്ത രോഗികളെ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റുക. വിലാസമുള്ള രോഗികളുടെ ബന്ധുക്കളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ബന്ധുക്കളില്ലാത്ത രോഗികൾക്ക് പ്രത്യേക പുനരധിവാസ സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ വാർഡുകളിലായി 50ഓളം അനാഥ രോഗികളാണ് കഴിയുന്നത്. ഇതിൽ ഭൂരിഭാഗം പേർക്കും തുടർ ചികിത്സ ആവശ്യമില്ലെങ്കിലും ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതിനാലും പുനരധിവാസ കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാലും വാർഡുകളിൽ തന്നെ തുടരുകയാണ്. ഇതുമൂലം ഗുരുതരാവസ്ഥയിലുള്ള മറ്റു രോഗികൾക്ക് ബെഡുകൾ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. കൂടാതെ HDS ഫണ്ട് കൂടുതലായി വിനിയോഗിക്കേണ്ടിയും വന്നിരുന്നു. മോർച്ചറികളിലും അനാഥ മൃതദേഹങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് HDS എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് KN നാരായണനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും നൽകിയ നിവേദനങ്ങളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നടപടി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ അനാഥ രോഗികളുടെ ലിസ്റ്റും വിവരങ്ങളും മുൻനിർത്തി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കളക്ടർക്ക് വേണ്ടി ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിട്ടത്. തൃശൂരിൽ ഓഫറുകളുടെ ഫ്ലാറ്റ് സ്വന്തമാക്കാം. ഫെസ്റ്റിവൽ ഓഫർ 2 ലക്ഷത്തിന് ബുക്ക് ചെയ്യാം. കുരിയച്ചിറയിൽ ന്യൂ ലോഞ്ച് പ്രൈസിൽ കോൺഫിഡന്റ് ഗ്രാൻഡ് ഹൈറ്റ്സ്. ഒല്ലൂരിൽ കോൺഫിഡന്റ് ബ്ലിസ്. തൃശൂർ സിറ്റിയുമായി മികച്ച കണക്ടിവിറ്റിയിൽ. വില ഉയരും മുൻപ് ഓഫറുകളോടെ ബുക്ക് ചെയ്യൂ. കോൺഫിഡന്റ് ഗ്രൂപ്പ്.